മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിലെ പ്രധാനമന്ത്രി പരമ്പരകളിൽ തികച്ചും വ്യത്യസ്തനായ വളരെ വലിയ കുടുംബ പൈതൃകമൊന്നും മുമ്പോട്ട് വയ്ക്കാനില്ലാത്ത ഒരു സാധാരണക്കാരനായ ചായ വിറ്റുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അതും വളരെ താഴ്ന്ന ജാതിയിലെന്ന് ഇന്ന് പദപ്രയോഗത്തിലൂടെ പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് RSSലൂടെ വളർന്ന് RSSന്റെ പ്രചാരകനായി ഒരു സുപ്രഭാതത്തിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് RSSന്റെ തന്നെ പരിവാര സംഘടനയായ BJP ഉയർത്തി കാണിക്കുകയും അതനുസരിച്ച് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പദം 10 വർഷം അലങ്കരിച്ച, ഭാരതത്തിനകത്തും പുറത്തും അതിനിശ്ചിതമായ വിമർശനത്തിന് വിധേയമായ, എല്ലാവിധ ആരോപണങ്ങളും കേട്ടും കണ്ടും അതിലൂടെ കടന്നു വന്നും ആരൊക്കെയോ അംഗീകരിച്ചാലും ആരൊക്കെയോ എതിർത്താലും ഗുജറാത്ത് മോഡൽ എന്ന ഒരു മോഡല് മുമ്പോട്ട് വെച്ച് വികസനം എന്ന മന്ത്രം മാത്രം സംസാരിച്ച് ജാതിയോ മതമോ ഇസമോ ഒന്നും സ്പർശിക്കാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഭാരതമെമ്പാടും സഞ്ചരിച്ച് മാധ്യമക്കാരുടെ ഭാഷയിൽ തന്നെ വിശ്രമമില്ലാതെ നേരിട്ടും അല്ലാതെയും 6000-ഓളം പ്രഭാഷണങ്ങൾ നടത്തി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അധികാരത്തിൽ പ്രധാനമന്ത്രിയായി കയറിയ ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് ഇന്നലത്തേക്ക് 100 വർഷം തികയാണ്. ക്ഷമിക്കണം, 100 ദിവസം തികയാണ്. ആ 100 ദിവസത്തിൻ്റെ അച്ചീവ്മെന്റുകൾ എന്തെല്ലാമാണ് എന്ന് ആരോട് ചോദിച്ചാലും ആരുത്തരം പറഞ്ഞാലും അതെല്ലാം ചോദിക്കുന്നവൻ്റെയും ഉത്തരം പറയുന്നവൻ്റെയും വീക്ഷണത്തിലൂടെ എങ്ങനെ വേണമെങ്കിലും വിവരിക്കാം. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് ഭാരതത്തെ കാണിച്ചു കൊടുത്ത് ഭാരതത്തിൻ്റെ അയൽരാജ്യമായ ഭൂട്ടാനും നേപ്പാളും ചൈന അവരുടെ പ്രവർത്തന കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നത് തടയാനും ജപ്പാനെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് കാണാനും 2002 പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായ രീതിയിൽ വിസ നിഷേധിച്ചതിനെ കാര്യമാക്കാതെ അടുത്ത മാസം അമേരിക്കയിലേക്കുള്ള ക്ഷണം വ്യക്തിപരമായ തന്നെ ഇൻസൾട്ട് ചെയ്തത് രാഷ്ട്ര താൽപര്യവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതെ അമേരിക്കയുമായുള്ള ബന്ധം ദൃഢമാക്കാനും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാനും നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ലക്ഷ്യമിടാനും ഗംഗാനദി ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യാനും
വിദ്യാഭ്യാസത്തിൽ കുറേയധികം നമ്മുടെ പൈതൃകവുമായി ചേർക്കാനും വാണിജ്യ വ്യവസായങ്ങൾ സെൻസെക്സ് കയറുന്നത് പോലെ കയറാനും കഴിയുന്നതും ഓരോ രാജ്യങ്ങളിലുള്ള വ്യവസായികളും ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്താനും ഏതാണ്ട് 2 കോടി അക്കൗണ്ട് ഒരു ദിവസം കൊണ്ട് ഓപ്പൺ ചെയ്ത് ജനധൻ യോജന നടപ്പാക്കാനും എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ടും ഭരണാധികാരികളുമായിട്ടും സഹകരിക്കാനും ഓരോ സംസ്ഥാനത്തിൻ്റെയും വളർച്ചയാണ് ഈ രാഷ്ട്രത്തിൻ്റെ വളർച്ച എന്ന് ബോധ്യപ്പെടുത്താനും ജനങ്ങളിൽ ഒരുവനായിട്ട് പ്രധാനമന്ത്രി എന്ന രീതിയിലല്ല പ്രധാന സേവകനാണ് താൻ എന്ന് ഓർമ്മപ്പെടുത്താനും ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഘോരഘോരം ശരീരമനക്കാതെ എഴുതിയത് വായിക്കുന്നതിന് പകരം തൻ്റെ ആശയങ്ങൾ എവിടെയാണെങ്കിലും അത് ഒരു പേപ്പറിൻ്റെ സഹായവും ഇല്ലാതെ എഴുതിക്കൊണ്ടുപോയ പ്രഭാഷണമല്ലാതെ പ്രസംഗിക്കാനും അത് നേപ്പാളിലും ഭൂട്ടാനിലും ടോക്കിയോയിലും ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലും ടോക്കിയോയിലെ ക്ഷേത്രങ്ങളിലും ക്യോട്ടോയിലും എവിടെയെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചോ അതിനെല്ലാം രസകരമായ രീതിയിൽ മറുപടി പറയാനും കാര്യമാത്ര പ്രസക്തമായി 2 സഹോദര രാഷ്ട്രമാണ് എന്ന രീതിയിൽ ഞാനും ജപ്പാനിലെ പ്രധാനമന്ത്രിയും ഫെവിക്കോൾ പോലെ പണ്ട് മുതൽക്കേ ഒട്ടിച്ചേർന്ന ബന്ധമുള്ളവരാണെന്ന് വൻ കയ്യടിക്ക് പിന്നിൽ പറയാനും ഇനി മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനും ശ്രീലങ്കയിൽ ആകെ തടവുപുള്ളികളായിട്ടുണ്ടായിരുന്ന എല്ലാ ഇന്ത്യൻ മീൻപിടുത്തക്കാരെയും വിടുവിക്കാനും സാർക്ക് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാറ്റലൈറ്റ് വികസിപ്പിക്കാനും ഒരുമിച്ച് വളരാം, ഒരുമിച്ചുയരാം, ഒരുമിച്ചുണരാം എന്ന സന്ദേശം കൊടുത്ത് ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഗ്ലോബലൈസേഷനും അല്ലെങ്കിൽ നേച്ചർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വസുദൈവ കുടുംബകം അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ വിശ്വം ഭവത്യേകനീടം തുടങ്ങിയ വേദമന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഭാഷയിൽ ഗ്ലോബലൈസേഷൻ ഭാരതത്തിൽ ഒരു പുതിയ വീക്ഷണമല്ല എന്ന് പറയാനും താൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക്, ആശ്രമങ്ങളിലേക്ക്, ആചാര്യന്മാരിലേക്ക്, ഭരണാധികാരികളിലേക്ക് തൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ഒരു സ്യൂഡോ സെക്കുലറിസവും കാണിക്കാതെ ഉറച്ച സ്റ്റെപ്പുകളോടുകൂടി മുമ്പോട്ട് പോകാനുള്ള പ്രവൃത്തിയും വാക്കുകളും പ്രവൃത്തിയും സമഞ്ജസമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കുറേ നേട്ടങ്ങളും കുറേയെല്ലാം കോട്ടങ്ങളും കുറവുകളും നന്മകളും എല്ലാം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഹെഡ്ലൈൻസ് ടുഡേയിലും ടൈംസ് നൗവിലും CNN, IBNലും കേരളത്തിലെ ചാനലുകളിലുമെല്ലാം നിരന്തരം വരുമ്പോൾ ഇന്നലെ ഹെഡ്ലൈൻസ് ടുഡേയിൽ ആ ആങ്കർ ചെയ്യുന്ന വ്യക്തി പറയുകയുണ്ടായി, ഈ 100 ദിവസങ്ങളിൽ ഓരോ ദിവസത്തിലും ഏതാണ്ട് പകുതി സമയം ഈ ചാനലുകളിൽ, ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഈ ചാനലുകളിൽ നിറഞ്ഞു നിന്നത് മോഡിയായിരുന്നു.
അത് അഭിനന്ദനത്തിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ വിമർശനത്തിൻ്റെ വാക്കുകളും അത് പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം ഏൽക്കുമ്പോഴും വാക്കുകൾ ടി വിയിലൂടെ വരുന്നത് മുഴുവനും മോഡിയെക്കുറിച്ചായിരുന്നു. മിനിഞ്ഞാന്നും ഇന്നലെയും മാതൃഭൂമി ദിനപത്രം നോക്കിയാൽ, ഞാൻ അതാണ് കഴിഞ്ഞ 50 വർഷമായിട്ട് വായിക്കാറുള്ളത്, മാതൃഭൂമി ദിനപത്രം നോക്കിയാൽ അമിത് ഷാ തിരുവനന്തപുരത്ത് വന്ന ദിവസം ആ വിശേഷങ്ങളുമായിട്ട് മാതൃഭൂമി എഴുതിയ വാർത്തകൾ വായിച്ചപ്പോൾ മാതൃഭൂമി ഒരു BJP പത്രമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഒരു പാർട്ടിയുടെ പ്രസിഡന്റ്, 47 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി, ഇതിനു മുമ്പ് വലിയ ചരിത്രമൊന്നും അദ്ദേഹത്തിന് ഇല്ല. ഏതാണ്ട് 4 മാസം 5 മാസം മുമ്പ് ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷന് ചുക്കാൻ പിടിച്ച് പാർട്ടിയെ വിജയിപ്പിച്ചു എന്ന ആ കാരണവും അതിനുശേഷം ദേശീയ അധ്യക്ഷനായി എന്ന കാരണവും പിന്നെ മോഡിയുടെ വലങ്കൈയായി എന്നുള്ള കാരണവും കൊണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് പോലും കിട്ടാത്ത പബ്ലിസിറ്റിയാണ് മാതൃഭൂമി പേപ്പറിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഇന്നലെ CNN IBNലും NDTVയിലും NDTV 7x24ലും അതുപോലെ തന്നെ ഹെഡ്ലൈൻസ് ടുഡേയിലും എല്ലാം അഭിപ്രായം പറഞ്ഞവർ, ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു, അനാലിസ്റ്റ് ഉണ്ടായിരുന്നു, എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു, ലോയേഴ്സ് ഉണ്ടായിരുന്നു, ജനറൽ പബ്ലിക് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു കാര്യത്തിൽ യോജിക്കുന്നു. അതായത് ദിവസം 12 മണിക്കൂറിൽ കൂടുതൽ സ്വയം പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കുകയും രാഷ്ട്രത്തെ ഫോക്കസ് ചെയ്യാൻ നിർബന്ധിക്കുകയും അതിൽ വിമർശനങ്ങളെല്ലാം ഉണ്ടാവണം, അത് കേൾക്കാൻ തയ്യാറാവുകയും ലക്ഷ്യബോധത്തോടുകൂടി നിരന്തരം മുമ്പോട്ട് പോവുകയും ഒന്നിനു ശേഷം അടുത്തത് എന്നുള്ള രീതിയിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ്റെ കർമ്മകുശലതയും സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങുമാണ് അദ്ദേഹത്തിനെ കുറേ ഏറെ മനുഷ്യരുടെ മനസ്സിലും അതുപോലെ മാധ്യമങ്ങളിലും നിലനിർത്തുന്നത്. വിമർശിക്കുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ ബഹുമാനത്തോടു കൂടിയാണ് വിമർശിക്കുന്നത് എന്ന് ഈ അനലിസ്റ്റുമാർ പറയുകയുണ്ടായി. ഇന്നലെ കോൺഗ്രസിലെ നേതാക്കന്മാർ പറയുകയുണ്ടായി, ജപ്പാനിലെ യാത്രയിലും കുറേയധികം കൊടുങ്കാറ്റും ചർച്ചയും ഉണ്ടായി എന്നല്ലാതെ വേറെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ജപ്പാനിലേക്ക് പോയാൽ തിരിച്ചു വരുന്നതിന് മുമ്പായിരുന്നു ഈ കമന്റ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ NSUI കോൺഗ്രസിൻ്റെ യുവസംഘടനയായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ 50 പേര് പ്രതിഷേധം നടത്തിയത് കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത് എന്ന ഒറ്റ ചോദ്യത്തിലായിരുന്നു. അതുപോലെ ഗംഗാനദി എത്ര ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യും? ഇങ്ങനെ പതുക്കെ പോവാണെങ്കിൽ അടുത്ത 200 കൊല്ലം കൊണ്ടും ഗംഗാനദി ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്യുമെന്ന് ഷെഡ്യൂൾ അനുസരിച്ച് കോടതിയെ അറിയിക്കാൻ പറഞ്ഞു. വളരെ സന്തോഷം തോന്നിയ ഒരു വിധിയായിരുന്നു അത്. അതൊരു ഇൻസ്ട്രക്ഷനും ഡയറക്ഷനും ഗൈഡൻസും എല്ലാമാണ്. കാരണം ഈ ഗംഗാനദി ഭാരതത്തിലെ 25% ജനങ്ങളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സ്വാധീനിക്കുന്നു എന്ന് ഇന്നലത്തെ റിപ്പോർട്ട് കേട്ടപ്പോൾ ആ ഗംഗാനദി ക്ലീൻ ചെയ്യാനുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മുഴുവനും സുപ്രീം കോടതിയുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷനിലൂടെ മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് ഓരോ രീതിയിലും എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു അവസ്ഥ. ആഗസ്റ്റ് 15-ന്
സാമാന്യ ജനതയ്ക്ക് തോന്നാവുന്ന ഉജ്ജ്വലമായൊരു പ്രഭാഷണം കഴിഞ്ഞ് സെക്യൂരിറ്റിക്കാരുടെ ചട്ടക്കൂട്ടിനുള്ളിലൂടെ അടുത്ത വണ്ടിയിലേക്ക് കയറി വീട്ടിലേക്ക് പോകുന്നതിന് പകരം അവിടെ നിന്ന് ഇറങ്ങി വന്ന് വിദ്യാർത്ഥികളുമായിട്ട് സംവാദം ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുന്ന അവസ്ഥ. അതേപോലെ സെപ്റ്റംബർ 5 നാളെ അധ്യാപക ദിനത്തിന് ഭാരതത്തിലെ എല്ലാ വിദ്യാർത്ഥികളുമായിട്ട്, വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായിട്ട് സംവാദം നടത്തുന്നു. അതിനുള്ള സൗകര്യമുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ പത്രത്തിലൂടെയും കണ്ണോടിച്ചിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 1-2 നേതാക്കന്മാരൊഴികെ ബാക്കി എല്ലാവരും അതിനെ സ്വീകരിക്കുന്നതിനോടൊപ്പം ചില വിമർശന വരികൾ പറഞ്ഞത് മുഴുവനും, അതിലെ ഒന്ന്, പല സ്കൂളുകളിലും TV സെറ്റുകളില്ല, റേഡിയോ ഇല്ല, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള സൗകര്യമില്ല. വേറെ ചിലർ പറഞ്ഞത് പരീക്ഷ വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ, വേറെ ചിലർ പറഞ്ഞത് അധ്യാപക ദിനം സ്കൂളിൽ പണ്ട് മുതൽക്ക് തന്നെ പല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി 1.5 മണിക്കൂർ വരികയാണെങ്കിൽ ആഘോഷം നടത്താൻ സാധിക്കില്ല. വേറെ ചില വിദ്യാലയങ്ങൾ പറഞ്ഞത് പല വിദ്യാലയങ്ങളും ഉച്ചവരെയുള്ള ഷിഫ്റ്റേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് വിദ്യാർത്ഥികളെല്ലാം വീട്ടിലേക്ക് പോകും. ഇതിനു വേണ്ടി അവരെ വൈകുന്നേരം വരെ ഇരുത്തണം. ഇങ്ങനെയുള്ളതല്ലാതെ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെതായ കുറേ ഏകാധിപത്യ നിർദ്ദേശങ്ങളും കുറേ പരസ്യങ്ങളും കുറേ അധികം തൻ്റെ പാർട്ടിയുടെ നേട്ടങ്ങളും വിവരിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ 5-ാം തീയതിയിലെ വിദ്യാലയങ്ങളിലെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച പ്രഭാഷണം എന്ന് 1-2 കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒഴികെ ഭാരതത്തിലെ ആരും തന്നെ എതിർത്തില്ല എന്നുള്ളത് ഒരു തരത്തിൽ അത്ഭുതമാണ് തോന്നുന്നത്. ആ ഉള്ള എതിർപ്പ് അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, സൗകര്യത്തിൻ്റെയും സമയത്തിൻ്റെയും മാത്രം അടിസ്ഥാനത്തിലായിരുന്നു എന്ന് എല്ലാ ചാനലുകളിലും നിന്ന് കേട്ടപ്പോഴും പത്രത്തിൽ വായിച്ചപ്പോഴും മനസ്സിലായി. ഏതായാലും അങ്ങനെ അത് നിർബന്ധമില്ല എന്ന് വീണ്ടും അറിയിക്കുകയും കേരളത്തിലെ മന്ത്രിസഭ, വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയും അത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അതാത് സ്കൂളുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. വളരെ നല്ലൊരു തീരുമാനമാണ്. അത് മാത്രമല്ല, ഇന്നലെ പല ചാനലുകളിൽ നിറഞ്ഞു കണ്ടത് 5-ാം തീയതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം മോഡിയുടെ പ്രഭാഷണം കേൾപ്പിക്കാൻ വളരെ ഔത്സുക്യത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി അറേഞ്ച്മെന്റ്സ്, ക്രമീകരണം വരുന്നു എന്നാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് TV-യിൽ കാണാൻ സാധിച്ചത്. ഇത്രയുമെല്ലാം ഞാൻ പറഞ്ഞത് വളരെ സാധാരണമായിട്ടുള്ള, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. മോഡി അധികാരമേറ്റപ്പോഴും ചില തീരുമാനങ്ങൾ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പല കാര്യങ്ങളും അതും ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനെ 1-2 യുക്തിവാദികളും ഈ രാഷ്ട്രീയത്തിൽ പബ്ലിക്കായിട്ട് പ്രവർത്തിക്കാത്ത ഇടതുപക്ഷക്കാരും ഗോപാലകൃഷ്ണൻ തനി RSSന്റെ വക്താവാണ് എന്ന് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും എന്തെല്ലാം നന്മകൾ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടായാലും അതെല്ലാം ഞാൻ തുറന്ന് പറയാറുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ശരിക്ക് ഈ നവരാത്രി ഉത്സവത്തിന്
ആരാധ്യനായ കേരള മുഖ്യമന്ത്രി അകമ്പടി സേവിച്ചതും, അതുപോലെ പഴയ ഇടതുപക്ഷ മന്ത്രിസഭയിലെ സുധാകരൻ അകമ്പടി സേവിച്ചതും, സുധാകരൻ സാറ് ശബരിമലയിൽ ചെന്ന് മണിക്കൂറുകളോളം ജനങ്ങളുടെ സൗകര്യങ്ങൾ വിലയിരുത്തി വേണ്ടത് ചെയ്തതും, അതുപോലെ തന്നെ ഇവിടത്തെ ദേവസ്വം മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ നന്മകളും, എ കെ ആന്റണി, ആരാധ്യനായ എ കെ ആന്റണി കേദാർനാഥില് സുനാമി പോലെയുള്ള പ്രശ്നമുണ്ടായപ്പോൾ എടുത്ത തീരുമാനങ്ങളും വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എ കെ ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ മറനീക്കിയ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുകയും, കോപ്പറേറ്റീവ് ആൻഡ് ദേവസ്വം മന്ത്രിയായിരുന്ന സുധാകരൻ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോൾ ഞാൻ കറകളഞ്ഞ മറനീക്കിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുകയും, ഭാരത് മാതാ കി ജയ്യും ഈ രാഷ്ട്രത്തിനും വേണ്ടി പറയുമ്പോൾ ഞാൻ മറനീക്കിയ RSSകാരനാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, ഞാൻ എല്ലാമാണല്ലോ. NSSനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ NSSകാരനാവുന്നു, സന്തോഷമുണ്ട്. SNDPയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ SNDPക്കാരനാവുന്നു, സന്തോഷമുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാര് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനിയിൽ യോഗ സൂര്യ നമസ്കാരം ചെയ്ത് നടത്തിയ പ്രഭാഷണവും സൂര്യ നമസ്കാരവും കണ്ടപ്പോൾ ഞാൻ അന്ന് യൂട്യൂബിൽ അത് വളരെ വ്യക്തമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പം ഞാൻ പോപ്പുലർ ഫ്രണ്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല. ഞാൻ ഓരോ കോളേജിലും പോകുമ്പോൾ ഞാൻ പറയുന്ന പലതും, അത് സംസ്കൃത ദിനത്തോടനുബന്ധിച്ചിട്ടാണെങ്കിലും, സെന്റ് തെരേസാസ് കോളേജിലെ നവതി ആഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBAക്കാർക്ക് കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുക്കുമ്പോഴും, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBAക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോഴും, ചോറ്റാനിക്കരയിലെ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി കോളേജിൽ 3 മണിക്കൂർ ഹോമിയോപ്പതിയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴും, TD മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ SFIക്കാരെ ക്ഷണിച്ച് അവിടെ ചെന്ന് മെഡിക്കൽ ബയോകെമിസ്ട്രിയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴും, പുന്നപ്രയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കീഴിലുള്ള കോപ്പറേറ്റീവ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2.5 മണിക്കൂർ വിദ്യാർത്ഥി ധർമ്മത്തെക്കുറിച്ച് ഭാരതീയ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് എടുത്തപ്പോഴും, ഞാൻ പറഞ്ഞ സംസ്കൃത ശ്ലോകങ്ങളെല്ലാം എഴുതിയെടുത്തത് ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി ഞാൻ പറയുമായിരുന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇനി മുസ്ലിം ആവുമെന്ന് അറിഞ്ഞൂടാ. ഏതായാലും മോഡിയെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ RSSകാരനാവുമെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ മുസ്ലിം ആവുമെങ്കിൽ, എ കെ ആന്റണിയെക്കുറിച്ചും അതുപോലെ തന്നെ ആരാധ്യനായ ഉമ്മൻചാണ്ടിയെയും കുറിച്ച് പറയുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാവുമെങ്കിലും, ജി സുകുമാരൻ നായരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ NS ആവുമെങ്കിലും, അതെല്ലാം സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ നിന്ന് ഞാൻ ഭാരതീയനാണ്, ഞാനൊരു ഹിന്ദുവാണ്. ഏതോ ഒരു യുക്തിവാദി അടുത്ത കാലത്ത് പറഞ്ഞു എന്ന് കേട്ടു, ഞാൻ കണ്ടില്ല. ഗോപാലകൃഷ്ണൻ ഒരു ഇവാഞ്ചലിസ്റ്റാണ്, ഹിന്ദു തീവ്രവാദി ഇവാഞ്ചലിസ്റ്റാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വരിയാണ്. ഞാനൊരു ഹൈന്ദവ സുവിശേഷ പ്രാസംഗികനും പ്രവർത്തകനുമാണെങ്കിൽ അതൊരു പുതിയ ടൈറ്റിലാണ്, ഒരു തറക്കേടുമില്ലാത്ത ടൈറ്റിലാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും നിലനിൽക്കുന്നവരെയും അതിനുവേണ്ടി 12, 14, 16 മണിക്കൂർ 7 ദിവസവും വർക്ക് ചെയ്യുന്നവരെയും, അവരാണ് എനിക്ക് ഈശ്വരൻ, അവരാണ് എൻ്റെ അമ്മയും അച്ഛനും, അവരാണ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ ആധാരം. അതുകൊണ്ട് ഇന്നലെ CNN IBNലും NDTV 24/7ലും അതുപോലെ ഹെഡ്ലൈൻസ് ടുഡേയിലും HTVയിലും എല്ലാം കണ്ടപ്പോൾ വളരെ 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 സന്തോഷം തോന്നിയത്, എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും
ഭാരതത്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടെന്നും ഭാരതത്തെ നല്ല ഡയറക്ഷനിൽ നയിക്കാനുള്ള ദിശാബോധമുണ്ടെന്നും 100 ദിവസം കൊണ്ട് ഒരു വലിയ രാഷ്ട്രത്തെ അടിമുടി മാറ്റാൻ സാധിക്കില്ലെന്നും 100 ദിവസം കൊണ്ട് എന്തെല്ലാമാണോ പലരും പ്രതീക്ഷിച്ചത്, എന്തെല്ലാമാണോ പലരും പ്രതീക്ഷിക്കാത്തത്, അതിലെല്ലാം കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ഇംപാർഷ്യലായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടെന്നും കുറേ അധികം വ്യക്തികൾ വിമർശന ബുദ്ധിയ അല്ലെങ്കിൽ അഭിനന്ദനീയ ബുദ്ധിയ വിവരിച്ചത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ആ സന്തോഷം ഈ 5 വർഷവും കേട്ടും കണ്ടും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കുറേ പേരിൽ ഒരുവനായിരിക്കും ഭാരതീയനായ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് മോഡിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ RSSകാരനാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയാളായി ഞാൻ മാറുമെങ്കിൽ അതിന് വലിയ ദുഃഖമൊന്നുമില്ല. കാരണം ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിമർശനങ്ങളെല്ലാം കേട്ട് സ്വീകരിച്ച് ജീവിതം തന്നെ രാഷ്ട്രത്തിനായി മാറ്റിവെക്കാൻ കുറേ പേര് മുമ്പോട്ട് വരുന്നു. വരുന്നവരെ സ്വജനപക്ഷപാതമില്ലാതെ അഴിമതിയില്ലാതെ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം പോലെ രാഷ്ട്രഭരണത്തിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു. അതിൽ കുറവുകളുണ്ടാവാം, കൂടുതലുകളുണ്ടാവാം. ഉള്ള നന്മകൾ കൂടുതൽ നന്മകളാവാനും ഉള്ള തിന്മകൾ കൂടുതൽ തിന്മകളാകാതെ നന്മകളാവാനും ഈ 100 ദിവസത്തെ നേട്ടങ്ങൾ കണ്ടും കേട്ടും ഭാരതത്തിലെ ജനത മോഡിയെയും മോഡി സർക്കാരിനെയും അനുഗ്രഹിക്കട്ടെ, അഭിനന്ദിക്കട്ടെ. നമ്മുടെ രാഷ്ട്രം നമ്മുടെ മാതാവാണ്, നമ്മുടെ രാഷ്ട്രം നമ്മുടെ കുടുംബമാണ്. അതിൽ ഭരണാധികാരികൾ വരും, ഭരണാധികാരികൾ പോകും, രാഷ്ട്രം അതേപോലെ നിലനിൽക്കും. ആ രാഷ്ട്രത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവര് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ജനത അവരെ ഓർക്കും. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കാലചക്രം തിരിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവരെല്ലാം തൂത്തെറിയപ്പെടും. ത്രേതായുഗത്തിലെ രാമനും വാൽമീകിയും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ദ്വാപരയുഗത്തിലെ പാണ്ഡവരും അവരുടെ കൂടെ നിന്നവരും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. അശോകനും വിക്രമാദിത്യനും ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ 25, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ച വളരെയേറെ ഭരണാധികാരികൾ ഭാരതീയരുടെ മനസ്സിലില്ല. എന്താ കാരണം? നിലനിൽക്കേണ്ടതിനെ പ്രകൃതിയും മനുഷ്യനും നിലനിർത്തും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ പ്രകൃതിയും മനുഷ്യനും തട്ടിത്തെറിപ്പിക്കും. അത് ഞാനായാലും നിങ്ങളായാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിലനിർത്തേണ്ടതിനെ സിസ്റ്റം നിലനിർത്തും. അതുകൊണ്ട് ആരാധ്യനായ നരേന്ദ്രമോദിയുടെ സ്മരണകൾ, പ്രവൃത്തികൾ, വാക്കുകൾ, വീക്ഷണങ്ങൾ, ചിന്തകൾ, പ്ലാനുകൾ, അതുപോലെ മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ഷനുകൾ നിലനിൽക്കണം എന്ന് ഭാരതവും ഭാരതത്തിലെ ജനതയും ഓർമ്മിക്കുന്നു എങ്കിൽ, ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിലനിൽക്കും. മറിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവരും ആ ലെവലിലേക്ക് ഉയർന്നില്ല എങ്കിൽ മറ്റ് പലരെയും പോലെ അവരും യവനികയ്ക്ക് പുറകിലേക്ക് തള്ളപ്പെടും എന്ന് എല്ലാവരും ഓർമ്മിക്കുന്നതോടൊപ്പം അവരും ഓർമ്മിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രണാമം, നമസ്കാരം.